നമ്മൾ കാർബോ എന്ന് പറഞ്ഞ കാർ കെയർ ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഫസ്റ്റ് മന്ത് കഴിഞ്ഞ് ആൻഡ് ഫസ്റ്റ് ബാച്ച് നമ്മൾ ഫുള്ള് സെൽ ഔട്ട് ചെയ്ത് സെക്കൻഡ് ബാച്ച് നമ്മൾ ഫീഡ്ബാക്ക് എടുത്തിട്ട് പുതിയൊരു ബാച്ച് ഇറക്കിയിട്ടുണ്ടായി. ആൻഡ് അതുവരെ ഞാൻ തന്നെയാണ് കണ്ണൂർ ജില്ല മുഴുവനായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടായത്. ആൻഡ് അതൊന്ന് സ്കെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പ്രാവശ്യം പുതിയ ബാച്ചിലെ പ്രൊഡക്റ്റായിട്ട് ഞാൻ കുറച്ച് ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ പോയി കണ്ടു. ആ സമയത്ത് കാര്യങ്ങളൊക്കെ വീണ്ടും ചേഞ്ച് ആയി. അവിടുന്ന് വീണ്ടും കുറേ ഫീഡ്ബാക്കും ഇൻപുട്ടും കിട്ടി. കാരണം നമ്മളൊരു പ്രൊഡക്റ്റ് എങ്ങനെ ഒരു 10,000 പീസസ് സെല് ചെയ്യണം ചിന്തിക്കുന്ന സമയത്ത് വീണ്ടും കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. എസ്പെഷ്യലി കൺസ്യൂമർ സ്പേസിൽ വരുന്നത് സ്റ്റോക്കിസ്റ്റ്, ഡിസ്ട്രിബ്യൂട്ടർ, റീറ്റെയിലർ, കൺസ്യൂമർ, ഈ ഒരു രീതിയിലാണ് പോകുന്നുണ്ടാവുക. സോ നമ്മൾ പ്രൈസ് ചെയ്യുമ്പം സ്റ്റോക്കിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ റീജിയണൽ സ്റ്റോക്കിസ്റ്റ് ഉണ്ടാവും, അവിടെ ഒരു പ്രൈസ് വേണ്ടി വരും. ദെൻ ഡിസ്ട്രിബ്യൂട്ടേഴ്സിൻ്റെ അടുത്ത് വരുമ്പം അവിടെ ഒരു പെർസെൻറ്റേജ് ഉണ്ടാവും, റീറ്റെയിലേഴ്സിന് ഒരു പെർസെൻറ്റേജ് ഉണ്ടാവും. ഈ സാധനം ഫുള്ള് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ MRP ആണെങ്കിൽ. സോ നിങ്ങൾ കൺസ്യൂമർ സ്പേസിൽ എന്തെങ്കിലും ബിൽഡ് ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ ഞാനൊരു സാധനം, ഒരു ഡോക്യുമെൻ്റ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരാം.